കഴിഞ്ഞ എപ്പിസോഡ് നമ്മളൊരു അടിവെച്ചാണ് നിർത്തിയത്. എങ്കിൽ ഈ എപ്പിസോഡ് ഒരു അടിവെച്ച് തുടങ്ങാമെന്ന് വെച്ച് 2 ലാമയും നടുക്കൊരുതനും. പക്ഷെ ഞാനിത് അടി നിർത്തിയില്ലെങ്കിൽ നടുക്കിരിക്കാമെന്നും അടിയാവും. പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് 2 ലീഷും കിട്ടും, അതും അടിപൊളിയാണ്. ഇത് നമ്മുടെ അയൺ ഫാമിനകത്തിലെ ലൂട്ട്. ഞാനൊരു ഓൾമോസ്റ്റ് 1 to 2 hours ഇവിടെ AFK ചെയ്തു. അത് കഴിഞ്ഞ് കിട്ടിയതാണത്. ഈ ചെറിയ കൂട് മാതിരി ഇരിക്കുന്ന സ്ഥലത്താണ് ഞാൻ AFK ചെയ്തത്. ഇതിനകത്തോട്ട് ഞാൻ ഇങ്ങനെ കയറിയിട്ട് ചെസ്റ്റ് ഓൺ ആക്കും. എന്നിട്ട് ഞാൻ കമ്പ്യൂട്ടറിനകത്ത് ബാക്കിയുള്ള പണിയെല്ലാം ചെയ്യും. അങ്ങനെ ഒരു ഓൾമോസ്റ്റ് 1 to 2 hours ഞാനിവിടെ ഇങ്ങനെ നിന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അവസാനം 100-ന് വേണ്ടി സബ്സായി. അപ്പം എല്ലാവർക്കും താങ്ക് യു. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ഞാൻ ഫീഡ്ബാക്കൊക്കെ വായിച്ച് നോക്കുന്നുണ്ടായിരുന്നു. കുറച്ച് ഫീഡ്ബാക്ക്സ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരെണ്ണം അതിനകത്തിൽ വോയിസ് ഓവർ ഇമ്പ്രൂവ് ചെയ്യണം. അത് ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് കുറച്ച് ഡിഫിക്കൽട്ടാണ്. കാരണം ഞാൻ ആദ്യമായിട്ടാണിത് ചുമ്മാ ഒരു റൂമിനകത്തിരുന്ന് തന്നെ മൈക്കെടുത്ത് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്കത് പയ്യെ ഞാനത് റെഡിയാക്കാം. രണ്ടാമതൊരു ഫീഡ്ബാക്ക്, ഞാൻ സംസാരിക്കുന്നതിനിടയ്ക്ക് കുറേ കംപ്ലീറ്റ് സൈലൻസ് ആയിട്ട് കിടക്കുന്ന കുറേ സ്പേസസ് ഉണ്ട്. അവിടെ എല്ലാം എന്തെങ്കിലും ഫില്ല് ചെയ്യണം, അല്ലെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഞാനതും ഈ എപ്പിസോഡിനകത്ത് ചെയ്തിട്ടുണ്ട്. ഞാൻ സംസാരിക്കുമ്പം ലൈറ്റായിട്ട് പുറകിൽ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഇടുക. അപ്പം കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ ഫീഡ്ബാക്സ് ഒന്നും എനിക്ക് റെഡിയാക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. കാരണം നേരത്തെ വീഡിയോനകത്ത് ഫീഡ്ബാക്സ് കിട്ടുന്നതിന് മുമ്പ് ഞാൻ ഓൾറെഡി ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് അത്ര ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും വരുത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ എപ്പിസോഡ് 4 മുതൽ, അതായത് ഈ എപ്പിസോഡ് മുതൽ ഞാൻ ആ ചേഞ്ചസൊക്കെ വരുത്തിയിട്ടുണ്ട്. വേറൊന്നുമില്ല, ഇൻട്രോ കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ എപ്പിസോഡ് 4 തുടങ്ങാം. എപ്പിസോഡ് 1 എനിക്ക് തോന്നുന്നത് നമ്മൾ അവസാനം പ്രോപ്പർലി ഒരു മൈനിങ് സെഷൻ ചെയ്തത്. അപ്പോൾ ഈ എപ്പിസോഡിൽ എനിക്കൊരു മൈനിങ് സെഷൻ ചെയ്യണമെന്നുണ്ട്. എന്നാൽ നമ്മൾ മൈനിങ് ചെയ്യുവാന്ന് തോന്നുകയും വേണം. അതായത് ജസ്റ്റ് നേരെ ഒരു കുഴി കുഴിച്ച് ലാഡറൊക്കെ വെച്ച് താഴോട്ട് പോയാൽ അത് ശരിയാകത്തില്ല. പകരം ഞാൻ വിചാരിക്കുന്നത് എൻ്റെ വീടിൻ്റെ പുറകിൽ ഒരു മൈനിലോട്ട് ഉള്ളൊരു എൻട്രൻസ് ഉണ്ടാക്കാമെന്ന്. അപ്പം നമ്മൾ മൈനിങ് സെഷന് പോകാൻ നേരം നമ്മൾ ശരിക്കും ഒരു മൈനിങ്ങിന് വേണ്ടി പോകാതെ നമുക്ക് തോന്നും. ആ ഒരു ഫീൽ വരും. അപ്പം കുറച്ചുകൂടെ നാച്ചുറലാവും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട റവേൻ്റെ താഴെയാണ്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് നേരെ താഴെ കുഴിച്ച് പോകുന്നതിന് പകരം മൈൻ ചെയ്യാൻ വേണ്ടി ആ മൈൻ്റെ എൻട്രൻസിൻ്റെ അവിടെ നിന്ന് ഇതുവഴി വല്ലതും നേരെ താഴോട്ട് ഒരു മൈൻ കാർട്ട് വിട്ടാൽ ഒന്നെങ്കിൽ നമുക്ക് ആ താഴെ കിടക്കുന്ന അബാൻഡൻ മൈൻ ഷാഫ്റ്റ് നമുക്ക് ഒരു യൂസ് വരുത്താം. അതിനകത്തേക്കൂടെ ഒരു റെയിൽ പോയിട്ട്, അല്ലെങ്കിൽ ആ കേവ് നമുക്ക് യൂസ് ചെയ്യാം. ആ കേവിൽ കൂടെ ഒരു മൈൻ കാർട്ട് വല്ലതും പോയി. അപ്പം എയിം ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. നമ്മുടെ ആ ജേർണി ഇച്ചിരി കൊണ്ട് ഡേഞ്ചറസ് ആക്കണം. ഡേഞ്ചറസ് എന്ന് വെച്ചാൽ ഒരു രസം കാണും. നമ്മൾ മൈൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് തോന്നണം. ഇതാണ് താഴത്തെ കേവ്. ഇതിവിടെ ഫുള്ള് മോബ്സാണ്. ബിൽഡ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. എന്നാലും നമുക്ക് എന്തെങ്കിലും നോക്കാം. അതെന്താണിത്? ഓക്കെ, അടിപൊളി. അത് മറ്റേ വാർഡിൻ്റെ സ്ഥലമാണ്. അപ്പം ഇവിടെ ബിൽഡ് ചെയ്യുന്ന അത്ര എളുപ്പമാണെന്ന് തോന്നുന്നില്ല. ഓക്കെ, ഞാൻ ആ ഐഡിയ വിട്ടു. അത് ഞാൻ മാറ്റി. ഇനിയും ഞാൻ വിചാരിക്കുന്നു അവിടെ ബിൽഡ് ചെയ്യേണ്ട, പകരം നേരെ നമുക്ക് ആ അബാൻഡൻ മൈൻ ഷാഫ്റ്റിലോട്ട് പോവാം. ഇവിടെ പോയിട്ട്, കാരണം ഇവിടെ ഫുള്ള് മോബ്സും അതൊക്കെയാണ്. ഇപ്പം നമ്മൾ ഈ മൈൻ ഷാഫ്റ്റ് യൂസ് ചെയ്യാം. ഇവിടെ നിന്ന് നേരെ പോയിട്ട് ഒന്നെങ്കിൽ നേരെ താഴോട്ട്, അല്ലെങ്കിൽ റൈറ്റ് സൈഡ് എടുത്ത് ഇവിടെ വല്ലോ നമ്മൾ ഇതുവഴി വല്ലതും പോയിട്ട് ചെയ്യാമെന്ന് വെച്ച്. ഇതാണ് നമ്മുടെ മൈൻ
മൈനിങ് ഏരിയയിലെ എൻട്രി. അപ്പം ഈ ക്രെയിന് ഞാൻ ഡിസൈൻ കിട്ടി എനിക്ക് പിൻട്രസ്റ്റിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ്സ് ഞാൻ ഒന്നെങ്കിൽ സ്ക്രീനിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ കൊടുത്തേക്കാം, അത് കുഴപ്പമില്ല. ഇത് ഞാൻ ഉണ്ടാക്കിയത് കോഴ്സ് ഡേർട്ടും സ്റ്റോണ് അതൊക്കെ വെച്ചിട്ടാണ്. അപ്പം ഈ വഴി പോയിട്ട് നമ്മൾ സ്കാഫോൾഡിങ്ങിൽ നിന്ന് താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മൈനിങ് ഏരിയ എത്തും. ഇടയ്ക്ക് ഞാൻ കോബിൾ സ്റ്റോണ് പിന്നെ സ്റ്റോണ് കോമ്പിനേഷൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കോഴ്സ് ഡേർട്ട് എന്ന് പറഞ്ഞ സാധനം അവിടെ ഇവിടെയായിട്ട് ഞാൻ ഉള്ളിൽ ഗ്രാസ് വെച്ചിട്ടില്ല. പിന്നെ ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ സ്പ്രൂസിൻ്റെ പ്ലാങ്കും വെച്ചിട്ടുണ്ട്. വേറെ ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ഈ ഭാഗം മാത്രമാണ്. ഈ ക്രെയിനിൻ്റെ അടിയിലും ഒരു റൗണ്ട് ഷേപ്പിൽ കുറച്ച് എന്താ പറയുന്നത് കോഴ്സ് ഡേർട്ട് വെക്കണം. ഇത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് ഉണ്ടാക്കിയ ഫാമാണ്. അപ്പം ഇവിടെ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട് ഞാൻ. അതായത് ഹേ ബേൽസ് അവിടെ എവിടെയും ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ എപ്പിസോഡിൽ കമൻറ്റ് സെക്ഷനകത്ത് കണ്ടൊരു സജഷനായിരുന്നു. അപ്പോൾ എനിക്ക് നല്ലതെന്ന് തോന്നി, അത് ഞാൻ ആഡ് ചെയ്തു. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ എല്ലാം ഉണ്ടെങ്കിൽ, ബിൽഡിനകത്ത് ആഡ് ചെയ്യാനുള്ള സജഷൻസോ എല്ലാം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിനകത്ത് ഇടുക, നമുക്കത് ശരിയാക്കാം. ഇപ്പോൾ അത് കുറച്ചുകൂടെ ഒരു കാണാൻ ലുക്കുണ്ട്. പിന്നെ അതുകൊണ്ട് ഞാൻ മറന്നുപോയത് പറയാൻ, ഈ സാധനം ഞാൻ കംപ്ലീറ്റ് ചെയ്തു, ഈ ലാൻഡേണും പിന്നെ ആ ചെയിനും. അപ്പം നമ്മുടെ ടോട്ടൽ ലാമ്പ് പോസ്റ്റ് ഇതാ ഇങ്ങനെ ഇരിക്കും. ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇപ്പം കണ്ടോ, ഞാൻ -559 മൈൻ ചെയ്യാൻ നോക്കുമായിരുന്നു. ഇനി അത് മിക്കവാറും നടക്കത്തില്ല, കാരണം തൊട്ട് താഴെ ഒരു വാർഡൻ്റെ സ്ഥലമുണ്ട്. അപ്പം നമുക്ക് നേരെ മേലോട്ട് കയറേണ്ടി വരും. ഇപ്പം ഞാൻ ആ സ്ഥലം മാറ്റി വേറൊരു സ്ഥലം പിടിച്ചു. ഇത് ഡയറക്റ്റ് ഓപ്പോസിറ്റാണ്. ഞാനൊരു ബ്രിഡ്ജോ ആദ്യം ചെറിയ ഡേർട്ട് കൊണ്ടുണ്ടാക്കി തൊട്ടടുത്ത് തന്നെ ഇറങ്ങി വിടുന്നിടത്ത് തന്നെ ഞാൻ നേരെ അങ്ങോട്ട് പോയി ഒരു സ്ഥലം ഉണ്ടാക്കി. ഞാൻ ഓപ്പോസിറ്റ് സൈഡ് ആക്കിയതിൻ്റെ കാരണം, നമ്മൾ നേരത്തെ ആ സൈഡിലോട്ട് പോയപ്പോഴാണ് വാർഡൻ്റെ സ്ഥലമുള്ളത്. താഴെ അപ്പം ഈ കണ്ടിട്ട് അത് താഴെ എൻഡ് ചെയ്യുന്നതെന്ന്, അത് അവിടെയാണ് എൻഡ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അപ്പം ഞാൻ വിചാരിച്ചത് ഈ സൈഡിലോട്ട് പോയാൽ ചിലപ്പം നമ്മൾ കുറച്ചുകൂടെ സേഫ് ആയിരിക്കും. ഇനിയും ഇപ്പം ലെവൽ 26 അല്ല, അപ്പം നമുക്കിനി പോകേണ്ടത് ലെവൽ -59. എനിക്ക് തോന്നുന്നു മിക്കവാറും നമ്മൾ പിക്കാക്സ് ഇതിന് വേണ്ടി മാത്രം പൊട്ടിച്ച് കളയേണ്ടി വരുമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇനി -59 പോയിട്ട് കാണാം നിങ്ങളെ. അടിപൊളി. നമ്മുടെ ഈ വേൾഡിലെ ഫസ്റ്റ് ഡയമണ്ടാണെന്ന് തോന്നുന്നു. ഫസ്റ്റ് ഡയമണ്ട്. നമ്മൾ ഇതുവരെ മൈൻ ചെയ്തിട്ടില്ല. സെയിം പാർട്സ് ഞാൻ കുഴിച്ച് വന്നപ്പോഴത് കണ്ടത്. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം, ഞാനത് ചുറ്റും ഒന്ന് ക്ലിയർ ചെയ്യാം. എന്താണെന്ന് അറിഞ്ഞോളൂ, ഈ ലാവയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ അത് ചുറ്റും ക്ലിയർ ചെയ്തു. സ്മോക്ക് എസ്മേറ്റി അഡ്വാൻസ്മെൻറ്റ് ഡയമണ്ട്. അടിപൊളി. നമ്മുടെ ഫസ്റ്റ് എത്രണ്ണമായത് 7 ഡയമണ്ട് കിട്ടി. 8 ഡയമണ്ട് കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഡയറക്റ്റ് നേരെ പിന്നെയും കുഴിച്ച് പോവുക താഴെ -559. വേറെ ഒന്നും പ്രശ്നം കാണത്തില്ലാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം നമ്മളൊരു കേവിലെത്തിയിട്ടുണ്ട്. കുഴിച്ച് അവിടെ ഒരു ഗോൾഡ്, കുറച്ച് അയൺ ഉണ്ട്. അയണാർക്ക് വേണമല്ലയോ, നമ്മൾ റിച്ചായപ്പോൾ. ഇവിടെ ഒരു കേവ് ഉണ്ട്. പിന്നെ ഡ്രിപ്പ് സ്റ്റോണ്. അടിപൊളി. പിന്നെ ഡയമണ്ട് കിട്ടി. 4 ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു. ഞാനിവിടെ എല്ലാം ഒന്ന് ലൈറ്റ് ചെയ്യട്ടെ, അല്ലെങ്കിൽ അത് പിന്നെ പ്രശ്നമാവത്. എല്ലാം ക്രീപ്പറെല്ലാം ഒന്ന് പറയുന്നു പൊട്ടിത്തെറിച്ചാൽ പിന്നെ അത് മതി. ഓക്കെ, ഞാനത് മൈൻ ചെയ്യുന്നതിന് മുമ്പേ നേരത്തെ ചെയ്ത പോലെ തന്നെ വേറൊന്നും ഇല്ലാന്നൊന്ന് ഉറപ്പുവരുത്താൻ ഇന്ന് ചുറ്റും ഞാനൊന്ന് മൈൻ ചെയ്യാം. അപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നുന്നു. ഐഡിയ അല്ല, നമ്മളിനി ഡയറക്റ്റ് നേരെ താഴോട്ട് കുഴിക്കാതെ പകരം ആ കേവ് യൂസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ പറയാവേ, ഒരു സെക്കൻഡ്.
ദാ ഈ കേവ് ഉണ്ടോ, നമ്മുടെ മൈൻ കാർട്ട് ഈ കേവ് വഴി പോയാൽ കുറച്ചുകൂടെ രസമായിരിക്കും. അപ്പം ഞാൻ ആ കേവ് എവിടം വരെ ഉണ്ടെന്ന് നോക്കട്ടെ ഒന്ന്. -5:15 വരെ ഉണ്ടെങ്കിൽ കൊള്ളാം. ദാ ഈ കേവ് ഇവിടം വരെ ഉള്ളൂ, ഒത്തിരി ദൂരമൊന്നും അല്ല. നമ്മൾ കയറി ഇറങ്ങി -5 അല്ല, ഇത് കയറി ഇറങ്ങി വരുന്നിടത്ത് തന്നെയാണത്. ദാ നമ്മളിവിടെ നിന്നാണ് വന്നത്. ഒത്തിരി ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ വെച്ച് കുറച്ച് കാണുമോ അത് കണ്ടപ്പോൾ ആദ്യം. അപ്പോൾ ഇനി നമുക്ക് മൈൻ ചെയ്ത് -59 പോകണം. ഈ വഴി വേണ്ട, കാരണം നമ്മൾ ആ വഴിയാണ് വന്നത്. അപ്പം നമുക്ക് നേരെ ഈ വഴി പോവാം. ഓക്കെ, ഞാൻ സ്ട്രിപ്പ് മൈനിങ്ങിന് 3 സ്ഥലം ഉണ്ടാക്കി. എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു സ്ട്രിപ്പ് മൈനിങ്ങിന് ഏതൊക്കെ സൈഡാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നീട് വരുമ്പം കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഒരു 2 ബ്ലോക്ക് ഗ്യാപ്പ് വെച്ചിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ മൈൻ കാർട്ട് ഇതുവഴി വന്നിട്ട് ഇവിടോ അല്ലെങ്കിൽ ഇവിടോ ലെഫ്റ്റ് സൈഡിലോ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലോ പാർക്ക് ചെയ്യാനാണ് പ്ലാൻ. മൈനിങ് സെഷൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വേറെ ഒന്നുകൊണ്ടല്ല, ബോറടിച്ചു. ഇത്രയും സാധനങ്ങളാണ് എനിക്ക് ഇട്ടേക്കുന്നത്. 22 ഡയമണ്ട്, 22 ഗോൾഡ്. ഗോൾഡിന് ഈ കുറച്ചുകൂടെ കൂടുതൽ വേണമായിരുന്നു. പിന്നെ 54 ലാപ്പിസ് കുറച്ച് കൂടിയുണ്ട്, അത് അപ്പുറത്തെ സൈഡിലാണ്, ഞാൻ പോയി എടുക്കാം. ഞാൻ മൈനിങ് സെഷനെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു. അപ്പോൾ ഇനി എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കിട്ടിയ ഗോൾഡ് കൊണ്ട് ഒരു പവർ ട്രെയിലും നോർമൽ ട്രെയിനിൻ്റെ ഒരു കോമ്പിനേഷൻ വെച്ച് -59 വരെ ഈ മൈനിൻ്റെ അവിടെ നിന്ന്, എൻ്റെ വീടിൻ്റെ പുറയിലെ മൈനിൻ്റെ അവിടെ നിന്ന് താഴെ വരെ പോകാൻ പറ്റുമെന്ന് നോക്കണം. എനിക്ക് തോന്നുന്നില്ല അത് പറ്റുമോ, നമുക്ക് അതിന് അത്രയും ഗോൾഡ് ഇല്ല ഇപ്പം. അപ്പോൾ ഞാൻ ഷെയ്ഡേഴ്സ് ഒന്ന് ഓഫാക്കി. എന്തിനാന്ന് വെച്ചാൽ മഴയായിരുന്നു. അപ്പോൾ എൻ്റെ ഷെയ്ഡേഴ്സിനകത്ത് മഴ ഗ്ലിച്ചാവും, എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വേറെ ഷെയ്ഡൊന്നും ഇടാൻ പറ്റത്തില്ല, പൊട്ടിത്തെറിച്ചു PC അല്ല. അപ്പം എനിക്ക് ഈ സർവൈവൽ സീരീസിൽ ഒരു വില്ലേജ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. അപ്പം നമ്മുടെ ഒരു പ്രോജക്റ്റ് ആയിരിക്കും ഇപ്പോൾ തുടങ്ങാൻ പോവാണ് ഞാൻ. അപ്പം അതിന് വേണ്ടി ഒരു സ്ഥലം കണ്ടുപിടിക്കണം. അപ്പം ഒരു സ്ഥലം എന്ന് വെച്ചാൽ എവിടാ, ആ ചെറി പയംസിൻ്റെ ടോപ്പിൽ എനിക്കൊന്ന് ബിൽഡ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ അതിൻ്റെ അടുത്ത് ആ പിങ്ക് കളർ ഫുള്ളുള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ അതും കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് മിക്കവാറും ഞാനവിടെ ബിൽഡ് ചെയ്യത്തില്ല. വേറൊരു സ്ഥലം കണ്ടുപിടിക്കണം ഇനി. അത് നമ്മുടെ അയൺ ഫാം. അതിൻ്റെ അടുത്തല്ല, അത്യാവശ്യം ദൂരെ ഒരു സ്ഥലം കണ്ടുപിടിച്ച്, ഇവിടെ ഫുള്ള് ഫ്ലവേഴ്സാണ്, അത് നമുക്ക് റിമൂവ് ചെയ്യാം. ഇതാണ് ഞാൻ പ്ലാൻ ചെയ്യുന്ന സ്ഥലം. അത്യാവശ്യം ഫ്ലാറ്റുമാണ്, എന്നാൽ ഫുള്ള് ഫ്ലാറ്റും അല്ല. അപ്പം എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ ട്രീസ് എല്ലാം മാറ്റിയിട്ട് ഒരു ചെറിയൊരു വില്ലേജ് തുടങ്ങാനാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു സംഭവം കൂടെ കണ്ടുപിടിച്ചു ഞാൻ ഈ പ്ലേസ് എക്സ്പ്ലോർ ചെയ്യുമ്പം. അതായത് ഞാനിവിടാണിപ്പം. ഇവിടെ നിന്ന് നേരെ ഉണ്ട് ആ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു വില്ലേജ് കൂടെ ഉണ്ട്.
ഇപ്പം ഞാൻ പോയി ആ വില്ലേജ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ. കാരണം ഒരു സാഡിൽ കിട്ടുവാണെങ്കിൽ അത്രയും ഉപകാരമായിരുന്നു. ഇതുവരെ നമ്മൾ ചാടിയാണ് ഇതുപോലെ ചാടി നമ്മൾ പോകുന്നത്. എപ്പോഴും തന്നെ ചാടാൻ വയ്യ. ഒരു സാഡിൽ കിട്ടുവാണെങ്കിൽ കൊള്ളാം. അപ്പം ഞാൻ നേരെ അങ്ങോട്ട് പോയിട്ട് അടുത്ത എല്ലാ ചെസ്റ്റെല്ലാം ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. ആ സൈഡ് നമ്മൾ ഫുള്ള് കവർ ചെയ്തു, ഈ സൈഡ് നമ്മൾ കവർ ചെയ്തു, ആ സൈഡ് നമ്മൾ കവർ ചെയ്തു. ഇനിയും കവർ ചെയ്യാൻ വേറെ ഒന്നും ഇല്ലല്ലേ? അയ്യോ, അപ്പം സാഡിലില്ല. സെറ്റ് ലൈഫ് ബ്രോ. അപ്പം ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. ഞാനിത് വീഡിയോ എൻഡ് ചെയ്യുവാണ്. ഇന്ന് നമ്മളൊരു മൈൻ എൻട്രൻസ് ഉണ്ടാക്കി, പിന്നെ ഒരു മൈനിങ് സെഷന് പോയി, പിന്നീട് നമ്മളൊരു വില്ലേജ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലം കണ്ടും വെച്ച്. അപ്പോൾ ഇനി ഒന്നെങ്കിൽ നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡ് വില്ലേജ് സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ വില്ലേജ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം എല്ലാവർക്കും ഒന്നുകൂടെ താങ്ക് യു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.